ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പൈനാപ്പിൾ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു ജാം ഉണ്ടാക്കാം. അപ്പോൾ പൈനാപ്പിൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മുള്ളൊക്കെ മാക്സിമം അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് തന്നെ എടുക്കണം. അപ്പം ഞാൻ അത്യാവശ്യം ഒരു 2 പൈനാപ്പിൾ വലുതല്ല, മീഡിയം ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാരയിൽ ഈ കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസും കൂടി വേണം. എന്നിട്ട് ഇത് നമുക്ക് പൈനാപ്പിൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് നമുക്ക് പഞ്ചസാരയും കൂടെ വെച്ച് നല്ലപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പൈനാപ്പിൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റോടൊപ്പം തന്നെ നമ്മൾ നാരങ്ങ നീരും കൂടെ ചേർക്കണം. അത്യാവശ്യം ഒരു വലിപ്പമുള്ള നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര്, അല്ലെങ്കിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ ആ ഒരു നീരും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കണം. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പഞ്ചസാരയും ഈ പൈനാപ്പിൾ അരച്ചതും കൂടി നമുക്ക് അടുപ്പിലോട്ട് വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. തിളച്ച് ഒത്തിരി ഇതായിട്ട് വേണമെന്ന് പറഞ്ഞാൽ സിമ്മിലിട്ടിരുന്നാൽ മതി. സിമ്മാക്കി കൊടുക്കാൻ മറക്കണ്ടേ. അങ്ങനെ ചിലപ്പോൾ തിളച്ചങ്ങ് പൊങ്ങി ഇങ്ങനെ വെളിയിൽ കളയുകയാണെങ്കിൽ സിമ്മാക്കി കൊടുക്കണം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ വരുന്ന പത നമുക്ക് പതിയെ അങ്ങ് മാറ്റി കൊടുക്കാം. സൈഡിലേക്ക് പത വരുന്നുണ്ടല്ലോ, അതങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഞാനതിൻ്റെ പൈനാപ്പിളിൻ്റെ എസൻസ് 1 സ്പൂൺ ചേർക്കുകയാണ്. ഇത് പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കണ്ട. നമ്മൾ ഏകദേശം അത് കുറുകി വരാറായിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുത്തു. വേറൊരു പ്രിസർവേറ്റീവ്സും ഞാൻ ചേർക്കുന്നില്ല. നമുക്കിത് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനല്ലേ, അപ്പോൾ അതൊന്നും വേണ്ട. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ഏകദേശം നമ്മുടെ ജാമായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നും ചേർക്കാനില്ല. നമുക്ക് കളർ വേണമെങ്കിൽ ഒരു യെല്ലോ കളർ വേണമെങ്കിൽ ചേർക്കാം ലേശം. ഇതിപ്പം വേണമെന്ന് തോന്നുന്നില്ല. ഞാനിത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കുറുകി വരികയാണ്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. തെറിക്കുന്നുണ്ട് കയ്യിലൊക്കെ, ശ്രദ്ധിക്കണം. നല്ലപോലെ ഒന്ന് നമുക്കറിയാമല്ലോ കട്ടിയായി. പിന്നെ ഇത് ഇരുന്നും കുറച്ച് കുറുകും. അപ്പോൾ നമുക്ക് കുറേ കൂടി ഒന്ന് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി ഏകദേശം നമ്മളിനി ഒന്നും ചേർക്കാനൊന്നുമില്ല. മധുരം നോക്കിക്കോണം. ഞാൻ ഇതിൽ 2 കപ്പ് പഞ്ചസാര ചേർത്തു. 1 കപ്പെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് 2 കപ്പ് ചേർക്കേണ്ടി വന്നു. പൈനാപ്പിളിന് ഇച്ചിരി മധുരം കുറവാണ്, അതുകൊണ്ടാവാം. അപ്പോൾ എന്തായാലും സിമ്മാക്കി ചെയ്താൽ മതി. തെറിക്കാനുള്ള ടെൻഡൻസി നല്ല പോലെ ഉണ്ട്, തെറിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇളക്കുമ്പോഴൊക്കെ കുറച്ചുകൂടി കുഴിയുള്ള പാത്രം എടുത്താലും മതി. എന്നാലും തെറിക്കും കേട്ടോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ട
കുറച്ചുകൂടി നല്ല നമുക്ക് ബ്രെഡിലൊക്കെ തേക്കുന്ന അതേ പരുവത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ യാതൊരു പ്രിസർവേറ്റീവ്സും ചേരാത്ത നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ചൂട് പോകുമ്പോൾ കുറച്ച് നല്ല കട്ടിക്ക് നമുക്ക് ബ്രെഡിലൊക്കെ തേക്കുന്ന പരുവമാകും. നല്ലപോലെ ചൂട് പോകണം. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയായാലോ, നമ്മളൊന്നും ഒരു പ്രിസർവേറ്റീവ്സും ചേരാതെ ചെയ്യുന്നതായതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ ബൈ.